അതാ പറയേണ്ടത്, മാനേജരോ സെക്രട്ടറിയോ പാർട്ട്ണറോ? എന്റെ അക്ബർ സാറേ, ഞാൻ അജയൻ സാറിന്റെ മേക്കപ്പ് മാനാ, മൂർത്തി. അത് പണ്ട്. ഇപ്പോഴും അത് തന്നെ. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഐ മീൻ അസിസ്റ്റന്റ് ആയിട്ടൊന്നും. എന്നാൽ അത് ഈ സെപ്റ്റംബറിൽ നടക്കാൻ പോവുക. നമ്മുടെ പ്രൊജക്ടിൽ അജയൻ ചേട്ടന്റെ ഹീറോ. നമ്മുടെ പ്രോജക്ട്, അതിന്റെ കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ലല്ലോ. അങ്ങോരെന്നെ വിളിച്ച് ഡേറ്റ് തന്നു മോനെ. അത് പറഞ്ഞുറപ്പിക്കാനാ മൂർത്തിയാണ് എന്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന പടത്തിൽ അദ്ദേഹത്തിന് റോളുണ്ടെന്ന് ശിവൻകുട്ടിയോട് ആരാ പറഞ്ഞത്? അതിനല്ലേ സാറേ സെപ്റ്റംബർ. ശരിക്കും ഒരു ഹിന്ദി തുടങ്ങാനിരുന്നതാ, അത് മാറ്റിവെച്ചിട്ടുണ്ടാക്കിയ ഡേറ്റ. സാറിന്റെ ഫസ്റ്റ് പടം പുള്ളിക്ക് നന്നേ ബോധിച്ചു. അത് നല്ലത്. പക്ഷെ പുള്ളിക്കാരനോട് പറയൂ, അറ്റ് പ്രസന്റ് അദ്ദേഹവുമായി ചേർന്നുള്ളൊരു സിനിമ എന്റെ മനസ്സിലില്ല. പിന്നെ അദ്ദേഹത്തെ പോലെ വലിയ സ്റ്റാർസിന്റെ ഡേറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ കഥയുണ്ടാക്കുന്ന രീതി, അതും എനിക്കറിയില്ല. അക്ബറെ, താൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? 2014 വരെ ഡേറ്റ് ഇല്ലാത്ത ആളാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് പടം തുടങ്ങാൻ പറയും. തുടങ്ങിക്കോളൂ, ഐ ഹാവ് നോ ഒബ്ജക്ഷൻസ്. സംവിധായകനെയും താൻ സംഘടിപ്പിച്ചു. അക്ബറെ, ശിവൻകുട്ടി, ഞാൻ നൽകിയ ആഹാരം കഴിച്ചവരുടെ എച്ചിലെ ഞാൻ വരാറുള്ളൂ. സിനിമാ പ്രഭുക്കന്മാരുടെ ധാർഷ്ട്യത്തിന്റെ എച്ചിൽ വരാൻ തന്നെ പോലുള്ളവരെ കിട്ടും. അത് താൻ ചെയ്തോ? ശിവൻകുട്ടി, നമുക്കിറങ്ങാം. അതെ, ഇത്ര ജാട പാടില്ല സാറേ. ഞാനേ കൊല്ലം 10-25 ഈ ഫീൽഡിൽ ഒരുപാട് പേരുടെ ഉദയവും അസ്തമയവും ഒക്കെ കണ്ടതാ. അതുപോലൊരാളെ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നിരിക്കണം, ഇപ്പോഴല്ല പിന്നീട്. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിന് അതെന്നെ സഹായിക്കും. അപ്പോ ആ കഥ ചെയ്യാൻ തന്നെയാണ് ഇയാളുടെ പ്ലാൻ അല്ലേ? അതെ. ഖേദിക്കേണ്ടി വരും. പടം മോശമായാൽ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് അത് നന്നാക്കാനാണ്. അജയചന്ദ്രൻ സാറിനോട് പറയണം, മയ്യമ്പർത്ത് അഹമ്മദിന്റെ മകൻ മദ്രസയിൽ പോകുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായിരുന്നു. മൂർത്തിയണ്ണൻ ചെല്ല്.